ശക്തമായ വിയർപ്പും വിങ്ങലുമൊക്കെയുള്ള ഒരു സമയം നമുക്കുണ്ടായിരുന്നു. നമ്മൾ ഈ മിമ്പറിൽ നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളെല്ലാവരും ആ വേനൽക്കാലത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഒരസ്വസ്ഥതയുണ്ടായിരുന്നു. നമ്മുടെ നെറ്റിയിലും കവിളിലുമെല്ലാം വിയർപ്പ് കണങ്ങൾ ഇങ്ങനെ തുള്ളിയിട്ട് നിന്നിരുന്നു. അത്രമാത്രം വിയർപ്പും അസ്വസ്ഥതയുമെല്ലാം ഉള്ള, വിങ്ങലുള്ള, ചൂടുള്ള ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ല. അമിതമായ ചൂട് നമുക്ക് അസ്വസ്ഥതയും പ്രയാസങ്ങളും ഒക്കെ സൃഷ്ടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കിണറുകൾ, അതിൽ വെള്ളം വറ്റുന്ന പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ വീട്ടിലെ ദൈനംദിന കാര്യങ്ങളെ, നമ്മളുടെ അലക്കലിനെ, നമ്മളുടെ അടുക്കളയെ എല്ലാം അത് ബാധിക്കാറുണ്ട്. നമ്മളുടെ കൃഷി നശിക്കുമോ എന്ന ഭയം ആദി നമ്മളെ പിടികൂടാറുണ്ട്. സൂര്യാഘാതം പോലെയുള്ള ജാഗ്രതകൾ, മുന്നറിയിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെയുള്ള പ്രയാസങ്ങൾ പലർക്കും ഏൽക്കാറുണ്ട്. ഇതിനെല്ലാം ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ അനുഗ്രഹമായ മഴ നൽകിയിരിക്കുകയാണ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു. അല്ലാഹുവാണ്, വഹുവല്ലദീ, അല്ലാഹുവാണ്, യുനസ്സിലുൽ ഗൈസ്, ഈ മഴയെ നിങ്ങൾക്ക് ഇറക്കി തരുന്നവൻ, മിൻ ബഅദി മാ ഖനതു, നിങ്ങൾ നിരാശയിൽ പെട്ടുപോയതിനു ശേഷം, വിയർപ്പിന്റെ, ചൂടിന്റെ, അസ്വസ്ഥതകളുടെ എല്ലാം അവസ്ഥയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ മഴയെ നൽകുന്നവൻ അല്ലാഹുവാണ്. വയൻഷുറു റഹ്മതഹു, ആ പടച്ചവൻ അവന്റെ കാരുണ്യത്തെ ഇവിടെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് അവനെ നന്ദി കാണിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ മഴാന്തരീക്ഷം, ഈ കുളിർമ, ഈ തണുപ്പ് നമ്മളോട് പറയുന്നുണ്ട് എന്നത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് അന്തരീക്ഷമൊക്കെ തണുത്തിരിക്കുന്നു. നമ്മളുടെ കിണറുകളൊക്കെ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മരങ്ങളും കൃഷികളുമെല്ലാം പച്ചപ്പണിഞ്ഞ് മനോഹരമായി നമ്മളുടെ മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഈ മഴയെ, അള്ളാഹു സമ്മാനിക്കുന്ന ഈ മഴയെ ഗൗരവമായ ആലോചനകൾക്ക് നാം വിധേയമാക്കിയിട്ടുണ്ടോ എന്നത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. മനോഹരമായ ഉറക്കം നമുക്ക് സമ്മാനിക്കുന്ന, ഭൂമിയെ മനോഹരമായ ഹരിതവർണ്ണത്തിൽ പച്ചപ്പണിഞ്ഞ് ഈ ഭൂമി മനോഹരമായി നിൽക്കുന്ന, കൃഷികൾ നിറഞ്ഞു വിളയുന്ന, വറ്റിപ്പോയ നീരുറവകളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന മനോഹരമായ മഴ, ആ മഴയെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നത് നീ കാണുന്നില്ല മനുഷ്യ. എന്നിട്ട് ഫസലകഹു യനാബിഅ ഫിൽ അർദ്, അത് ഭൂമിയിലെ ഉറവിടങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ثم يخرج به زرعا مختلفا الوانه, വ്യത്യസ്തമായ നിറവർണ്ണങ്ങളുള്ള കൃഷികൾ അതിലൂടെ വിളഞ്ഞു നിൽക്കുന്നത്, നിറഞ്ഞു വിളയുന്നത് നിങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ثم يهيج فتراه مصفرا, ആ നിറഞ്ഞു വിളഞ്ഞ് പച്ചപ്പണിഞ്ഞ് ഹരിതവർണ്ണത്തിൽ മനോഹരമായി പൂത്തുലഞ്ഞു നിന്ന ആ കൃഷികൾ, ആ വിളകൾ പിന്നീട് അത് മഞ്ഞ നിറത്തിലായി, തുരുമ്പായി ഇല്ലാതെയായി പോകുന്നത് നിങ്ങൾ കാണാറില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ട് പറയുന്നു. ഇന്ന ഫീ ദാലിക ലദിക്റാ ലിഉലിൽ അൽബാബ്, ലുബ്ബുള്ള, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇതിൽ ഒരുപാട് ആലോചനകൾക്ക് ഇടമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഈ സമയത്ത് മഴ എന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. സൂര്യന്റെ ചൂട് ഉപരിതലത്തിലുള്ള വെള്ളത്തെ ചൂടാക്കുമ്പോഴാണ്, നമുക്കൊക്കെ അറിയാം, നീരാവി ഉയർന്ന് അത് മേഘങ്ങളായി അതാണ് നമുക്ക് മഴ നൽകുന്നത് എന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നീരാവി ഉയരുന്നത് കടലിൽ നിന്നാണ്. കടലിലെ വെള്ളമാണ് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത്. അപ്പോ ഉപ്പുരസമുള്ള മഴയല്ലേ നമുക്ക് ലഭിക്കേണ്ടത് എന്നതൊരു ഒരു കൃത്യമായ ചോദ്യം തന്നെയാണ്. ഈ ഭൂമിയിൽ നിന്ന്, കടൽ പ്രദേശത്ത് നിന്ന് കടലിന് വെയിലേറ്റ് അതിൽ നിന്ന് കൂടുതൽ വെള്ളം ആകാശത്തേക്ക് ഉയർന്നു പോയിട്ടും എന്തുകൊണ്ട് ഉപ്പുരസമുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നില്ല എന്നത് നമ്മളുടെ ആലോചനകൾക്ക് വിധേയമാകേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഉപ്പിന് ഭാരം കൂടുതലാണ്, ജലകണികകൾക്ക് ഭാരം കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ചൂടാകുമ്പോ ആ ഉപ്പുരസം മുകളിലേക്ക് കയറി പോകുന്നില്ല, മറിച്ച് ആ ജലകണികകൾ മാത്രമേ മുകളിലേക്ക് ഉയർന്നു പോകുന്നുള്ളൂ. നമ്മളൊരു പാത്രം എടുക്കുക, അതിലൊരൽപ്പം ഉപ്പ് കലക്കുക, എന്നിട്ട് അത് ചൂടാക്കി നോക്കുക. അതിലെ വെള്ളം ഇല്ലാതെയാകുന്നതും ഉപ്പ് കണങ്ങൾ ആ പാത്രത്തിൽ തന്നെ അവശേഷിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും.
ഇത് വലിയൊരു ആലോചന നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, മനുഷ്യ, നീ ദാഹിക്കുന്ന സമയത്ത് നിന്റെ ചുണ്ടോടടുപ്പിച്ച് നീ കുടിക്കുന്ന കുടിനീരിനെ കുറിച്ച് നീ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നീയാണോ, നിങ്ങളാണോ അതിനെ ആ മഴമേഘങ്ങളിൽ നിന്ന് മഴയാക്കി നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ ആ മഴയെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നവൻ? ലൗ നശാ, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ കുടിവെള്ളത്തെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നവൻ. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഉപ്പുരസമുള്ളതാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലേ എന്ന അള്ളാഹുവിന്റെ ചോദ്യം നമ്മളുടെ മനസ്സുകളെ ഉലക്കേണ്ടതുണ്ട്. നമ്മൾ കുടിക്കുന്ന, നമ്മൾ ഈ അനുഗ്രഹമായി അനുഭവിക്കുന്ന ഈ വെള്ളത്തെക്കുറിച്ച്, ഈ മഴയെക്കുറിച്ച് ആലോചിക്കുവാൻ, അവന് നന്ദി കാണിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട് എന്നത് ഒരു ഓർമ്മപ്പെടുത്തലായി നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ എന്തുകൊണ്ട് ഈ സമയത്ത് മഴ എന്നതിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും അതുപോലെ തന്നെ കാലവർഷമെന്നും ഇടവപ്പാതി എന്നും ഒക്കെ മലയാളത്തിൽ നമ്മൾ ഈ സമയത്തെ മഴയെയും ഈ അവസ്ഥയെയും ഒക്കെ പറ്റി പറയാറുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കഠിനമായ ചൂടുള്ള സമയമാണ് ഇപ്പോൾ. നമ്മൾ ചിലപ്പോൾ ആലോചിക്കും, നമുക്കിവിടെ നല്ല തണുപ്പുള്ള അന്തരീക്ഷ സമയമാണല്ലോ, ഇപ്പൊ ഇവിടുന്ന് നീരാവിയൊക്കെ ആകാശത്തേക്ക് കൂടുതലായിട്ട് ഉയർന്നു പോകുന്നത് കാർമേഘങ്ങളാണ്, വെയിൽ പോലും നമ്മൾ കാണാത്ത അവസ്ഥയാണ്. ഇവിടെ മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല. ഇന്ത്യ, പിന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാന്, അറേബ്യൻ പ്രദേശങ്ങളൊക്കെ നല്ല കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയമാണിത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് ഭൂമധ്യരേഖയിൽ നിന്നും 23 ഡിഗ്രി വരെ സൂര്യൻ ചെരിയുന്ന സമയമാണ്. സൂര്യൻ ചെരിയുക എന്ന് പറയുമ്പോൾ സൂര്യൻ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നുണ്ട് എന്നല്ല, ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവ് കാരണം 23 ഡിഗ്രി വരെ സൂര്യൻ ചെരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന പ്രതിഭാസമാണ്. പകല് ഏറ്റവും കൂടിയ സമയമാണ്. സുബ്ഹ് വളരെ നേരത്തെ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. മഗ്രിബ് വളരെ വൈകി അവസാനിക്കുന്ന സമയമാണ്. പകല് കൂടിയ സമയമാണ്. ഇതൊരു പ്രതിഭാസമാണ്. മാർച്ച് 21 മുതൽ ഈ ചെരിവ് അനുഭവപ്പെട്ടു തുടങ്ങും. ജൂൺ 21 വരെ ഈ ചെരിവ് ഇങ്ങനെ അതിന്റെ പൂർത്തിയാകും. ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള പകലുണ്ടാകുന്ന ദിവസം അത് ജൂൺ 21-നാണ്. അതിനുശേഷം വീണ്ടും ജൂൺ 21 മുതൽ സെപ്റ്റംബർ 24 വരെയുള്ള സമയത്ത് ഈ പ്രതിഭാസം നേരെ അങ്ങോട്ട് തന്നെ മാറുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്ത് നമ്മുടെ ഭാഗത്ത്, പിന്നെ നമ്മളുടെ ഈ പ്രദേശത്ത് കടലിൽ മർദ്ദം കുറയുകയും കരയിൽ മർദ്ദം കൂടുകയും, പിന്നെ കടലിൽ മർദ്ദം കൂടുകയും കരയിൽ മർദ്ദം കുറയുകയും ചെയ്യുന്നതോടുകൂടി കാറ്റ് നമ്മളുടെ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് വീശുവാൻ തുടങ്ങുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. നല്ല ചൂടുള്ള സമയമാണ്. ആ ചൂടുള്ള കാറ്റ് നമ്മളുടെ പ്രദേശത്തേക്ക് ഇങ്ങോട്ട് വീശാൻ തുടങ്ങും. ചൂടുള്ളത് കൊണ്ട് തന്നെ ആ കാറ്റിൽ ധാരാളമായിട്ട് ഈ നീരാവി നിറഞ്ഞിട്ടുണ്ടാകും, ജലഗണങ്ങൾ ഉണ്ടാകും. കിഴക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ടം പർവ്വത നിരകളിൽ ഈ കാറ്റടിക്കുമ്പോ ഈ പോകുന്ന ഈ ജലകണികകൾ അത് ഈ പർവ്വത നിരകളിൽ തട്ടി മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അത് കാർമേഘങ്ങളായി രൂപപ്പെടും. അത് കേരളത്തിൽ പെയ്തു തീരുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. നമ്മൾ സൂര്യന്റെ ചൂടേറ്റാണ് കടലിലെ നിന്ന് നീരാവി ഉയരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീരാവി ഉയർന്നുയർന്ന് ആകാശത്തേക്ക് പോകേണ്ടതില്ലേ? അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. മറിച്ച് കടൽ നിരപ്പിൽ നിന്ന് 8 മുതൽ 20 കിലോമീറ്റർ വരെയുള്ള പ്രദേശം അവിടെ ഒരു തണുപ്പുള്ള പ്രദേശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാറ്റ് മുകളിലേക്ക് ഉയരുന്ന സമയത്ത് ആ വെള്ളത്തുള്ളികൾ അവിടെ മേഘങ്ങളായി രൂപപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെയാണ് നമുക്ക് വീണ്ടും അത് മഴയായിക്കൊണ്ട് ഇവിടെ പെയ്തു തീരുന്നത് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഭൂമിയുടെ ജലസ്രോതസ്സുകളിൽ ഈ ഭൂഗർഭ ജലം സംവിധാനം അതില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുകളിലേക്ക് ഉയരുന്ന നീരാവിയെ ആ ഒരു പ്രത്യേകമായ പ്രതലത്തിൽ മേഘങ്ങളാക്കി സംവിധാനിക്കുന്ന ഒരു സംവിധാനമില്ല എന്ന് വിചാരിക്കുക.
അങ്ങനെയെങ്കിൽ നമുക്കിവിടെ വെള്ളം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നത് നമ്മൾ തന്നെ ഈ ശാസ്ത്രീയ പ്രതിഭാസങ്ങളെ പരിശോധിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ബിഖദരിൻ ഫസ്കന്നാഹു ഫിൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാം ഒരു കണക്ക് പ്രകാരം നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴയെ പകർന്നു തരികയും വെള്ളത്തെ ഇറക്കി തരികയും വസ്കന്നാഹു ഫിൽ അർദ്, ഭൂമിയിൽ അതിനെ കെട്ടി നിർത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ, അതിനെ ഇല്ലാതെയാക്കുവാനും നാം കഴിവുള്ളവൻ തന്നെയാണ്. ആകാശത്തേക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുപോകുവാനും ഭൂഗർഭ ജലത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ജലത്തെ നശിപ്പിക്കുവാനും അല്ലാഹുവിന് കഴിവുള്ളവനാണ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. മനുഷ്യരെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്കാരാണ് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവരാനുള്ളത് എന്ന അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഓരോരുത്തരും വിനീതരാകേണ്ട, അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ ശുക്ർ കാണിക്കേണ്ടുന്ന സമയമാണ് എന്നത് നമ്മളുടെ ഓർമ്മകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആകാശത്ത് ചിതറിക്കിടക്കുന്ന ഈ മേഘ കഷ്ണങ്ങളെ അതിനെ ഇങ്ങനെ അള്ളാഹു ഒരുക്കിക്കൂട്ടുന്ന സംവിധാനം നമ്മൾ കാണാറുണ്ട്. ആകാശത്തേക്ക് നോക്കുമ്പോൾ കാർമേഘക്കെട്ടുകൾ ഇങ്ങനെ അടുത്തുകൂടി അത് മഴയായി പൊഴിയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. കാറ്റുകളെ നിയോഗിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. 70 മുതൽ 200 കിലോമീറ്റർ പെർ ഹവറിലുള്ള അതിശക്തമായ കാറ്റുണ്ട് നമ്മളുടെ മുകൾ ഭാഗത്തായിക്കൊണ്ട്. ഇത് ഭൂമിയിലൂടെ, ആ കാറ്റ് ഭൂമിയിലൂടെ അടിക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ അമേരിക്കയിൽ ഉണ്ടായ 2005 ഉണ്ടായ ഒരു കാറ്റുണ്ട്, കത്രീന എന്ന് പേരിട്ട ഒരു കാറ്റ്. 140 കിലോമീറ്റർ പെർ ഹവറിലാണ് അത് അമേരിക്കൻ പ്രദേശങ്ങളിൽ നാശം വിതച്ചത്. അവിടെ അത് ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ വീടുകൾ തകരുവാനും കാരണമായ ഒരു കാറ്റായിരുന്നു. 14,550 കോടി രൂപയുടെ നഷ്ടം ആ കാറ്റിലൂടെ ആ നാടിന് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാറ്റ് അള്ളാഹു ഈ നമ്മളുടെ തലക്ക് മുകളിൽ ഈ മേഘങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്ന കാറ്റിനെ ഈ താഴ്ഭാഗത്തുകൂടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതിന്റെ നാശം എത്രയായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ, അല്ലാഹുവാണ് കാറ്റിനെ നിയോഗിക്കുന്നവൻ. ഫതുസീറു സഹാബൻ, എന്നിട്ട് അത് മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ മേഘങ്ങളെ അവൻ ആകാശത്ത് വിരിക്കുന്നു. വയജാലുഹു കിസഫൻ, എന്നിട്ട് അതിനെ കട്ടിയുള്ള മേഘപ്പാളികളാക്കി മാറ്റുന്നു. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി, അതിനിടയിലൂടെ മഴ ഇങ്ങനെ വരുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ഫൈദാ അസ്വാബ ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ മഴ ലഭിച്ചു കഴിഞ്ഞാൽ മിൻ ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നുള്ള ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആലോചനകൾ, ഒരുപാട് ചിന്തകൾ നമുക്ക് പകരുന്നതാണ് മഴ. അതിന്റെ കുളിർമ, അതിന്റെ തണുപ്പ്, അത് മാത്രം ആസ്വദിക്കുന്നവരായി അതിൽ നിറഞ്ഞു വിളയുന്ന കൃഷികൾ, ഹരിത ഭംഗിയിൽ പൂത്തുലയുന്ന പച്ചപ്പിൽ നിറഞ്ഞു വിളയുന്ന ഈ പ്രകൃതിയുടെ മനോഹാരിത, ഇത് മാത്രം ആസ്വദിക്കേണ്ടവരല്ല. ആലോചിക്കുവാൻ, അള്ളാഹുവിന്റെ മുന്നിൽ വിനീതരാകുവാൻ, അവന് വിധേയരാകുവാൻ, അവന് നന്ദി കാണിക്കുവാൻ ഇത് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഈ മഴയും ഈ തണുപ്പും ഈ കാലാവസ്ഥയും എല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയത്തുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ നന്ദി കാണിക്കുന്ന ആളുകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു വസല്ലി വസല്ലിമു അലാ അഫ്ദലിസ് സ്വലാത്തി വഅസ്കസ് സലാമി വഅതമത് തസ്ലീം അലാ നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മഴ പെയ്യുന്ന സമയത്ത് ചില ആളുകൾ ഇത് ഇന്ന നക്ഷത്രം കാരണമാണ് മഴ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഈ മഴ പെയ്യുന്നത് കാരണം ശിർക്കൻ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാണ്. എന്നിട്ട് പിന്നെ അള്ളാഹുവാണ് ഈ മഴയെ ഇറക്കി തന്നത് എന്ന് വിശ്വസിക്കുവാൻ നമ്മളുടെ മനസ്സുകളിൽ
അള്ളാഹുവാണ് നമുക്ക് ഈ മഴയെ സമ്മാനിച്ചത് എന്നൊരു ബോധം ഉണ്ടാകണമെന്നുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മഴ പെയ്തു തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നുള്ള പ്രാർത്ഥന വളരെ ലളിതമായിട്ട് ആർക്കും മനഃപ്പാഠമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് ഈ മഴയെ ഉപകാരപ്രദമാക്കണേ എന്നുള്ള പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നതാണ്. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ മുതിർനാ ബി ഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്തും ഫദ്ലും കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പ്രാർത്ഥിക്കുവാൻ, എന്ന് പ്രഖ്യാപിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ജാഗ്രതകളും നമ്മൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രാർത്ഥന കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലദി യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നമ്മളോട് സ്വഹാബത്തിന്റെ ഒക്കെ ചര്യയായിക്കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതും നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ കാറ്റടിക്കുന്ന സമയത്തുള്ള ഒരു പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാറ്റടിച്ചു വീശുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ വ ഖൈറ മാ ഉർസിലത് ബിഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ഫീഹാ വശർരി മാ ഉർസിലത് ബിഹി. അത് ഈ കാറ്റിന്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയും അതിന്റെ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന പ്രാർത്ഥന, ഇതെല്ലാം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. അതൊക്കെ മനഃപ്പാഠമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നാം ഏവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.